സന്തോഷിപ്പിക്കണം. 1500 രൂപ ഇതങ്ങ് തന്നു കഴിഞ്ഞാൽ കുറെ ഉണ്ടാക്കൂന്നല്ലേ പറഞ്ഞു ഉണ്ടാക്കും. ചരിത്രത്തിൽ ആദ്യമായിട്ട് 1500 രൂപയ്ക്ക് ഈ ഒരു JCB 3 കോടിയുടെ സമ്മാനം. 1500 രൂപ ചെലവാക്കി നിങ്ങൾ FS ട്രേഡേഴ്സിന്റെ ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സമ്മാനങ്ങളെല്ലാം കിട്ടും. ഒന്നാം സമ്മാനം 2 കോടിയിലധികം വില വരുന്ന ഈ ഒരു അടിപൊളി അടാറ് ബംഗ്ലാവ് വീട് നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് അവർ ഫ്രീ ആയിട്ട് കാറിന്റെ പുതിയ ബ്രാൻഡ് ന്യൂ റോക്സ് കാർ 2ാം സമ്മാനം. 3ാം സമ്മാനമായിട്ട് നമുക്ക് ഓട്ടോറിക്ഷ ഉണ്ട്, EV ആണ് TVSന്റെ. 4ാം സമ്മാനം BMW ബൈക്കുണ്ട്, പിന്നെ സ്കൂട്ടറുണ്ട്, സ്വർണ്ണ നാണയങ്ങളുണ്ട്. അങ്ങനെ ഒട്ടനവധി സമ്മാനങ്ങളാണ്. പിന്നെ ഈ JCB ആർക്ക് കിട്ടുമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ സമ്മാന പദ്ധതിയൊക്കെ വിജയകരമായി പൂർത്തീകരിച്ചതിന് ശേഷം വീഡിയോ ഷെയർ ചെയ്യുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഈ JCB അവർ സമ്മാനമായിട്ട് കൊടുക്കും. നിങ്ങൾക്ക് പൊതുവായിട്ട് ഇതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ചാരിറ്റി മിക്സ് ചെയ്യുന്നത് ഓക്കെ, ബുദ്ധിമുട്ടുകൾ പറയുന്നത് ഓക്കെ, പക്ഷെ ഒരു പ്രൊഡക്റ്റിന്റെ ഏറ്റവും മാക്സിമം വില ആ ഒരു പ്രൊഡക്റ്റിന് ഒരിക്കലും കിട്ടത്തില്ലാത്ത, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിക്ക് കിട്ടത്തില്ലാത്ത ഏറ്റവും വലിയ വില പറഞ്ഞ് അങ്ങനെ മോഹിപ്പിച്ച് ആളെ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കുക, ലോട്ടറി വാങ്ങിപ്പിക്കുക. ഇപ്പം നിങ്ങൾ സർക്കാരിനെ കുറ്റം പറയും. സർക്കാർ ലോട്ടറി നടത്തുന്നുണ്ടല്ലോ. സർക്കാർ 12 കോടി രൂപ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരും എന്ന് പറയുന്നുണ്ട്. അതിന് ടാക്സ് അടക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. ആ 12 കോടിക്ക് 12 കോടിയുടെ വാല്യൂ ഉണ്ട്. ടാക്സ് കിഴിച്ചിട്ട് കിട്ടുന്ന പണത്തിന് ആ ഒരു വാല്യൂ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് 2 കോടിയുടെയാണ്, 3 കോടിയുടെയാണ്, 1.5 കോടിയുടെയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിന്റെ ഒരു ഐഡിയ എന്താണെന്നുള്ളത്. ആളുകളുടെ പണം, പബ്ലിക്കിന്റെ പണം ഏതെങ്കിലും ഉഡായ്പ രീതിയിൽ കൂടെ നമ്മളുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള ഒരു ചിന്തയൊന്നും മനസ്സിലേക്ക് വെക്കാതിരിക്കുക.